السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളെല്ലാവരും നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പെട്ടെന്ന് നമ്മുടെ സന്തോഷവും സമാധാനവുമെല്ലാം മാറിമറിഞ്ഞ് സങ്കടങ്ങളും അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളുമൊക്കെ കടന്നു വരാറുണ്ട്. പല പല കാരണങ്ങൾ അതിനുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും രോഗവിവരം അറിയുമ്പോഴായിരിക്കും. മാരകമായ രോഗത്തിന്റെ പിടുത്തത്തിലാണ് നമ്മൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആകെ തളർന്ന് സങ്കടത്തിന്റെയും നിരാശയുടെയും തലത്തിലേക്ക് ആയി പോകാറുണ്ട്. അതല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ നാം ഇതുവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചു കൊടുത്തത്, നമ്മൾ ആർക്കു വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവർ തന്നെ നമ്മെ തള്ളിപ്പറയുന്ന, അതല്ലെങ്കിൽ നമ്മെ ആട്ടിപ്പുറത്താക്കുന്ന സ്ഥിതിവിശേഷം ഒരാൾക്കും താങ്ങാൻ കഴിയുന്ന സംഗതിയല്ല. മക്കളും ഭാര്യയുമൊക്കെ നമുക്ക് നേരെ കയർത്തു വരുന്ന ഒരു രംഗം, ഒരു വേള നമുക്ക് നേരെ കയ്യോങ്ങുന്ന അവസ്ഥ. ഗൾഫിലും മറ്റുമൊക്കെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ആശകൾക്ക് ചിറകുമുളപ്പിക്കുവാൻ വേണ്ടി, ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട നമുക്ക് നേരെ അവർ തിരിയുമ്പോൾ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുകിട്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പോലെ വല്ലാത്ത ഒരു വിഷമവും പ്രയാസവും നിറഞ്ഞ അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ ഉറക്കം കളയുന്ന, കെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഇറക്കി ഏറെ പ്രതീക്ഷയോടെ നാം തുടങ്ങിയ ബിസിനസ് സംരംഭം പൊട്ടിപ്പാളീസായി പോയാൽ ഏതൊരാളും സങ്കടത്തോടെ നിരാശനായി പോകും. സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം കുമിഞ്ഞുകൂടുമ്പോൾ ഉറക്കം കിട്ടാത്ത, ഭക്ഷണം വേണ്ടാത്ത, ഒന്നിനും താല്പര്യമില്ലാത്ത, ജീവിതം തന്നെ മടുത്തുപോകുന്ന അവസ്ഥ, എല്ലാം തകിടം മറിഞ്ഞു വരുന്ന മാനസിക സംഘർഷങ്ങളുടെ ഒരു വലിയ മതിൽ തന്നെ തീർക്കുന്ന അവസ്ഥ. അവിടെ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട്. ദീനുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ അഭയം തേടും. അവിടെയൊന്നും സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് അവർ ചേക്കേറും. എന്നാൽ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാറ്റിനും പരിഹാരമുള്ള പരിശുദ്ധ ഇസ്ലാമിൽ ഇതിനും പരിഹാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട, നമുക്ക് ബോധ്യം വരേണ്ട ഒരു കാര്യം ദുനിയാവിനെ തിരിച്ചറിയുക എന്നതാണ്. ദുനിയാവിന്റെ പ്രകൃതം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇന്നഹ ദാറു ഇബ്തിലാഇൻ വംതിഹാൻ, ഒരു പരീക്ഷണങ്ങളുടെ ലോകമാണ്. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണവും ജീവിതവും ഒക്കെ പടച്ച അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഈ ലോകം സംവിധാനിച്ചത് എന്ന് കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരടക്കം ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ഒക്കെ അനുഭവിച്ച ആളുകളാണ്. കഷ്ടനഷ്ടങ്ങൾ ഏറെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ അനാഥനായി, യത്തീമായിട്ടാണ്. പ്രവാചകന്റെ പ്രിയങ്കരിയായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ പ്രവാചകന്റെ 7 മക്കളിൽ 6 പേരും ഖദീജയിൽ നിന്നുണ്ടായവരാണ്. അതിൽ 6ൽ 5 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. നാട് വിടേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനിന്റെ പേരിൽ ഹിജറ പോയത്. അതേപോലെ മാസങ്ങളോളം അടുപ്പിൽ തീ പുകയാത്ത ദിനരാത്രങ്ങളുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നിട്ടൊക്കെ ആ പ്രയാസങ്ങളെ അതിജയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ദുനിയാവിനെ കൃത്യമായി മനസ്സിലാക്കി എന്നതാണ്. നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ പ്രവാചകന്മാരൊക്കെ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ അവരെയൊക്കെ ഏറ്റവും സുഖലോലുപരായി സമ്പന്നതയിലും ഐശ്വര്യത്തിലും ഒക്കെ ആക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത് ഐശ്വര്യം എന്ന് പറയുന്നത്, ധന്യത എന്ന് പറയുന്നത് ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മളോട് അറിയിച്ചു, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഈ കാണുന്ന ലോകത്തിന് മുഴുക്കെ, ദുനിയാവ് മൊത്തം നിങ്ങൾ വിലയിടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു കൊതുകിന്റെ ചിറകിനോളം വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ
മാ സഖാ മിൻഹാ കാഫിറ ശിർബത മാ. അവിശ്വാസിയായ നിഷേധിയായ ഒരു മനുഷ്യൻ ഒരിറക്ക് വെള്ളം കുടിക്കുവാൻ പോലും അള്ളാഹു സമ്മതിക്കുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ ദുനിയാവ്. ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊന്നും നമ്മെ ബുദ്ധിമുട്ടിക്കുവാനോ കഷ്ടപ്പെടുത്താനോ അല്ല, ഏറ്റവും നല്ലതിലേക്ക് നമ്മെ സ്ഫുടം ചെയ്തെടുക്കുവാനാണ് എന്ന് തിരിച്ചറിയുക. സങ്കടപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.